Hi, my dear students. Welcome you to today's class. Today we are going to learn fifth chapter from English Junction 7th standard. All my dear students, please take page number 48 from your textbook. The Open Window. Chapter titled The Open Window. It is very wonderful and interesting story. This story was written by Hector Hugh Munro. H. Munro. He is better known by the pen name Saki. He is known as Saki. His pen name is Saki. His life period is 1870 to 1916. He was a British writer whose clever, mischievous, and shocking stories mock Edwardian society and culture. He is considered a master of the short story. This is a short profile of H. Munro or Saki. In this story, we learn about a man who is suffering from nerve disorder. ദ ഓപ്പൺ വിൻഡോ എന്ന ചാപ്റ്ററിലൂടെ നാം പഠിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെ, അതായത് മിസ്റ്റർ നട്ടൽ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന് നെർവ് ഡിസോർഡർ, നാഡീ സംബന്ധമായ അസുഖമുണ്ട്. ഓർ അതർ ഹാൻഡ്സ്, അതുപോലെ തന്നെ we read about a girl who is very good at ഇമാജിനേറ്റീവ് സ്റ്റോറീസ്. പെട്ടെന്ന് കഥയുണ്ടാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുമാണ് ഈ കഥയിൽ നാം പഠിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ടാളുകളെ പറ്റി. ഒന്ന്, നാഡീ സംബന്ധമായ അസുഖമുള്ള അല്ലെങ്കിൽ നെർവി ക്യൂറിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയ മിസ്റ്റർ നട്ടലിനെ കുറിച്ചും വീര എന്ന് പറയുന്ന 15 വയസ്സുള്ള പെട്ടെന്ന് കഥ മെനഞ്ഞുണ്ടാക്കാൻ കഴിയുന്ന പെൺകുട്ടിയെ കുറിച്ചുമുള്ള കഥ. We can check who are the main characters of the story The Open Window. Main characters are Mr. Frampton Nuttall, a man suffering from nerve disorder. Mr. Frampton Nuttall എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. അദ്ദേഹത്തിനാണ് നെർവ് ഡിസോർഡർ എന്ന് പറയുന്ന അസുഖമുള്ളത്. നെക്സ്റ്റ് വൺ, വീര, എ 15-year-old ഗേൾ, ഒരു 15 വയസ്സുള്ള പെൺകുട്ടി. അവളാണ് ഇമാജിനേറ്റീവ് സ്റ്റോറി ക്രിയേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് കഥയുണ്ടാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് വീരൻ. ദെൻ മിസ്സിസ് സാപ്പിൾട്ടന്റെ വീട്ടിലേക്കാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫ്രാംപ്ടൺ നട്ടൽ പോകുന്നത്. നമ്മുടെ കഥ നടക്കുന്നത് മിസസ് സാപ്പിൾട്ടന്റെ വീട്ടിൽ വെച്ചാണ്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് മിസ്റ്റർ സാപ്പിൾട്ടൺ, ഹസ്ബൻഡ് ഓഫ് മിസസ് സാപ്പിൾട്ടൺ. These are the main characters of the story. Before starting our chapter, we can introduce the section. Mr. Frampton Nuttall is a man who is suffering from nerve disorder. മിസ്റ്റർ ഫ്രാംപ്ടൺ നട്ടൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് നാഡീ സംബന്ധമായ നെർവ് ഡിസോർഡർ പ്രോബ്ലം ഉണ്ട്. ആൻഡ് ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് ഹിം, ഡോക്ടർ അദ്ദേഹത്തോട് ഉപദേശിച്ചു to migrate to a rural place, ഒരു ഗ്രാമത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. where he can relax or release all his stress. അവിടെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെൻഷൻ, മിസ്റ്റർ നട്ടലിന് ഒരുപാട് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് കുറച്ചു കാലം മാറി താമസിക്കണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫ്രാംപ്ടൺ നട്ടൽ മിസസ് സാപ്പിൾട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. Then Veera is 15
8-year-old girl who is very clever and spins amazingly imaginative stories within a short time. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാഹചര്യത്തിനനുസരിച്ചുള്ള കഥയുണ്ടാക്കുന്ന ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയാണ് വീര. Then before starting our chapter, Mr. Nuttall reached Mrs. Appleton's house. His sister, that means Mr. Nuttall's sister, had provided a lecture of introduction to Mrs. Appleton. He reached there. അങ്ങനെ അദ്ദേഹം മിസ്റ്റർ നട്ടൽ തന്റെ സഹോദരിയുടെ ഒരു കത്തുമായിട്ട് മിസസ് ആപ്പിൾട്ടന്റെ വീട്ടിലേക്ക് എത്തുന്നു. വെയർ സ്റ്റാർട്ട്സ് അവർ ചാപ്റ്റർ. ഇത്രയും പറഞ്ഞത് ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. മിസ്റ്റർ നട്ടൽ എന്ന് പറയുന്ന നാഡീ സംബന്ധമായ പ്രശ്നമുള്ള ഒരാൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ഗ്രാമമായ മിസസ് ആപ്പിൾട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അവിടെ വീര എന്ന് പറയുന്ന പെൺകുട്ടിയെ ആദ്യമായി കാണുന്നു. All my dear students, please take page number 48 from your textbook. My aunt will be here soon, Mr. Nuttall said, a very confident young lady of 15. In the meantime, you must try and put up with me. Veera interact to Mr. Nuttall. My aunt, that means Veera's aunt, will be here soon. Pettannu ivide ettum. Before that, during that time, you must try and put up with me. Just please tolerate me. You just adjust me. Mr. Nuttall മിസസ് ആപ്പിൾട്ടന്റെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ വീരയെ കാണുന്നു. വീര എന്ന് പറയുന്ന പെൺകുട്ടി മിസ്റ്റർ നട്ടലിനോട് പറയുന്നു, എന്റെ അമ്മായിയായ മിസസ് ആപ്പിൾട്ടൻ ഉടനെ വരും, അതുവരെ നമുക്ക് സംസാരിക്കാം. Frampton Nuttall tried to say the correct something which should flatter the knees without disparaging the aunt who was yet to come. Frampton Nuttall tried to say correct something, to say something correct, which should flatter. Flatter means to praise someone, to make them feel more important. That means to feel much important, like that he want to discuss without disparaging the aunt who was yet to come, who was coming. Privately he doubted. Privately in his mind, Mr. Nuttall's mind doubted more than ever whether these visits, total strangers, would do much help the nerve cure. Nerve cure means we already discussed a process by which a person who is always very afraid or worried or anxious becomes better. നെർവ് ഡിസോർഡറിന് വേണ്ടിയിട്ടാണ് ഇവിടെ അദ്ദേഹം വന്നത്. നെർവ് ക്യൂർ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അത് ഒരു വ്യക്തി അദ്ദേഹത്തിന് പേടിയോ ടെൻഷനോ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അത് ഈ യാത്ര കൂടുതൽ അപരിചിതരിലേക്ക് വന്നത് കൊണ്ട് കൂടുതൽ ഉപകാരപ്പെടും എന്ന് തന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മിസ്റ്റർ ഫ്രാംപ്ടൺ നട്ടൽ വീരയുമായി സംസാരിക്കുക. I know how it will be, his sister had said when he was preparing to move to this village. I know how it will be. His sister told him, she know how it will be. You will bury yourself down there and not to speak a living soul, and your nerves will be worse than ever from moping. His sister told him not to speak about your nerve problem others.
Some of them, as far as I can remember, were quite nice. And also she told him, I know some person are there, they are very quiet, they are very good person. Frampton wondered whether Mrs. Appleton, the lady for whom he was waiting, with one of the letters of introduction came into nice division. Frampton Nuttall wondered whether Mrs. Appleton, that means Mrs. Appleton's house he reached, the lady whom he was waiting, that lady is coming there. Before that, Veera and Mr. Nuttall is discussing with one of the letters of introduction, who is the one of the person of his sister's introduction letter. Do you know, many of the people around here asked the niece. Niece means Veera. ആ പെൺകുട്ടി അപ്പൊ വരാനിരിക്കുന്ന മിസ്സസ് ആപ്പിൾട്ടൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് അവിടെ എത്തിയ മിസ്റ്റർ നട്ടലിനോട് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ഡു യു നോ മെനി ഓഫ് ദ പീപ്പിൾ അറൌണ്ട് ഹിയർ, ഇവിടെയുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഹാർഡ്ലി സോൾ said Frampton. No. He has no idea. My sister stayed here. His sister, അതായത് മിസ്റ്റർ സാപ്പിൾട്ടന്റെ സഹോദരി ഇവിടെ നിന്നിട്ടുണ്ട്. At the rectory here means a house in which priest lives there. His sister lived there. Some 4 years ago, 4 വർഷം മുമ്പ് മിസ്റ്റർ നട്ടലിന്റെ സഹോദരി താമസിച്ച സ്ഥലമാണത്. അവിടേക്കാണ് മിസ്റ്റർ നട്ടലിനെ പറഞ്ഞയക്കുന്നത് മിസസ് ആപ്പിൾട്ടൺ എന്ന സ്ത്രീയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പരിചയപ്പെടുത്തുന്ന കത്തുമായി. And he gave me letters of introduction to some of the people here. He made the last statement in a tone of distinct regret. He made this in a tone of distinct regret. That means in a voice that showed that he felt that he had made a mistake and was sad about it. Like that, he just told this one. Then you know practically nothing about my aunt, asked the young lady. That young lady, that is small lady, told Mr. Nuttall. Then practically nothing about my aunt. അതായത് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് എന്റെ അമ്മായിയെ പറ്റി ഒന്നും അറിയില്ലല്ലേ? എന്റെ അമ്മായി എന്ന് പറയുമ്പോൾ മിസസ് ആപ്പിൾട്ടനെ പറ്റി ഒന്നും അറിയില്ല അല്ലേ? ഓൺലി ഹർ നെയിം ആൻഡ് അഡ്രസ് ഫ്രം ഫ്രാംപ്ടൺ നട്ടൽ. അവളുടെ അഡ്രസ്, പേരും അഡ്രസ്സും മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് ഫ്രാംപ്ടൺ നട്ടൽ വീരയോട് പറഞ്ഞു. He was wondering whether Mrs. Appleton has married or widowed. മിസ്റ്റർ നട്ടല് അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഈ മിസസ് ആപ്പിൾട്ടൺ എന്ന് പറയുന്ന സ്ത്രീ കല്യാണം കഴിച്ചതാണോ അതോ വിധവയാണോ എന്നൊന്നും അറിയില്ല. സംതിങ് അബൌട്ട് ദ റൂം സീംഡ് ടു സജസ്റ്റ് ദാറ്റ് എ മാൻ യൂഷ്വലി occupied it, but there is a clue that suggests a man occupied it. ആണുങ്ങൾ താമസിക്കുന്നത് പോലെ അല്ലെങ്കിൽ റൂമിൽ ഉപയോഗിക്കുന്നത് പോലെ ഒരു അടയാളമുണ്ട്, അത്രമാത്രം. Her great tragedy happened just 3 years ago, said the child. വീര പറഞ്ഞു, അവളുടെ വലിയ ട്രാജഡി സംഭവിച്ചത് 3 വർഷം മുൻപാണ്. 3 വർഷം മുമ്പ് വലിയൊരു സംഭവം ഉണ്ടായി. Here starts imaginative story. വീര എന്ന് പറയുന്ന പെൺകുട്ടി കഥയുണ്ടാക്കുകയാണ്. 3 വർഷം മുമ്പാണ് ആ ദുരന്തം സംഭവിച്ചത്. എന്തുകൊണ്ടാണ് 3 വർഷം മുമ്പ് എന്ന് അവൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, 4 വർഷം മുമ്പാണ് തന്റെ സഹോദരി, അതായത് മിസ്റ്റർ നട്ടലിന്റെ സഹോദരി ഇവിടെ താമസിച്ചിരുന്നത്. അതിന്റെ മുമ്പുള്ള അല്ലെങ്കിൽ 4 വർഷം സമയത്തുള്ള കഥകളെല്ലാം ആർക്കറിയാം? മിസ്റ്റർ നട്ടലിന്റെ സഹോദരിക്ക് അറിയാം. ഒരു പക്ഷേ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾ മെനഞ്ഞുണ്ടാക്കുന്ന കഥയിൽ, അവൾ ഉണ്ടാക്കുന്ന കഥയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രാക്ടിക്കൽ ജോക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാക്ടിക്കൽ ജോക്കിൽ ഒരു ഡൗട്ടും മിസ്റ്റർ നട്ടലിന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് 3 വർഷം മുമ്പ് ആ ദുരന്തം സംഭവിച്ചു എന്ന് അവൾ അവളുടെ കഥ തുടങ്ങുകയാണ്.
Okay, all my dear students, page number 50. Her tragedy, asked Frampton. Frampton ചോദിച്ചു അവരുടെ ദുരന്തമോ? Somehow in this restful country spot, tragedy seemed out of place, but it is not supposed to like that. You may wonder why we keep that window wide open on an October afternoon. അപ്പോൾ അവളുടെ കഥ തുടങ്ങുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം, ഈ ഒക്ടോബറിലെ ഉച്ചയ്ക്ക് ശേഷം ആ വലിയ ജനാല വിൻഡോ എന്തിനാണ് തുറന്നു വെച്ചത് എന്ന് നിങ്ങൾ ഒരു പക്ഷേ അത്ഭുതപ്പെട്ടേക്കാം. said the niece, said that lady, pointing to a large French window that opened onto a lawn. ആ വീട്ടിൽ ഒരു വലിയ ജനാല ലോണിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്, അപ്പുറത്തുള്ള ചതുപ്പ് നിലത്തിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് വലിയൊരു ജനാല തുറന്നു വെച്ചിട്ടുണ്ട്. ആ ജനാല വെച്ചിട്ട് ഒരു കഥ പറയുകയാണ്, ഉണ്ടാക്കുകയാണ്. ആര്? വീര എന്ന് പറയുന്ന പെൺകുട്ടി. ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും, എന്തിനാണ് ഈ ഉച്ചയ്ക്ക് ശേഷം ആ വലിയ ജനാല അങ്ങനെ തുറന്നു വെച്ചത്. It is quite warm for the time of the year, said Frampton. Frampton usually told it may be the time of the year, that means very quite warm. But has that window got anything to do with tragedy? Anything? Any relation, tragedy and that window? Out through the window 3 years ago in this very day. That means 3 years ago in this same day, her husband and 2 young brothers went off their day's shooting. അപ്പോൾ രവീര എന്ന് പറയുന്ന പെൺകുട്ടി കഥയുണ്ടാക്കുകയാണ്. അവൾ പറയുകയാണ്, മിസ്സിസ് ആപ്പിൾട്ടന്റെ ഭർത്താവും അവളുടെ 2 സഹോദരങ്ങളും ഈ ജനാല വഴി അവളുടെ ഷൂട്ടിങ്ങിന് വേട്ടയാടാൻ വേണ്ടിയിട്ട് പോയി. ഈ ജനാല വഴി ഇതേ ദിവസം. They never came back while crossing the moor. While crossing that moor means an open area of the hills covered with the rough grass, especially in Britain. That means open area of the hills covered with the rough grass. That moor area of their favorite snipe shooting ground. Their snipe shooting ground. Snipe means it's a bird. They went there. They were all 3 drowned in precious piece of bog. That means they just drowned. അവർ താണുപോയി. Their bodies never found. അവരുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ജനാല വഴി 3 വർഷം മുമ്പ് മിസസ് ആപ്പിൾട്ടന്റെ ഭർത്താവും 2 സഹോദരങ്ങളും വേട്ടയ്ക്ക് പോയി. ആ വേട്ട കഴിഞ്ഞ് ഇതുവരെ അവർ വന്നിട്ടില്ല. അവരവിടെ താന്നുപോയി. അവരുടെ ബോഡി വരെ കണ്ടെത്തിയിട്ടില്ല. That was the dreadful part of it. That was a very fearful things. Here the child voice started shaking. At that moment, that girl just poor aunt always thinks that they will come back someday. എല്ലായ്പ്പോഴും പാവം ആന്റി പറയും, അവരിപ്പോ തിരിച്ചു വരുമെന്ന്. They and the little brown spaniel that was lost with them. And also one dog, brown spaniel dog also there, that also lost and walked in through that window just as they used to do. Through that window they went outside. That is why the window is kept open every evening till this quite dark. ഈ രാത്രിയായിട്ടും ആ ജനാല അങ്ങനെ തുറന്നു വെക്കാനുള്ള കാരണം അതാണ്. Poor dear aunt, പാവം അമ്മായി. She has often told me how they went out, her husband with his white waterproof coat. എല്ലായ്പ്പോഴും തന്റെ അമ്മായി പറയും എങ്ങനെയാണ് അവർ പുറത്തു പോയത്, എങ്ങനെ പോയത്. അവർ പോയപ്പോ ധരിച്ച വസ്ത്രങ്ങളെ പറ്റിയൊക്കെ എന്നോട് പറയുമായിരുന്നു എന്ന് വീര പറയാണ്. Her husband was his white waterproof coat, വെള്ള വാട്ടർപ്രൂഫിന്റെ കോട്ടും over his shoulders, തന്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ട്.
And Ronnie, her youngest brother's name is Ronnie. Ronnie is singing Betty, why do you bound? Betty, why do you bound എന്ന പാട്ട് പാടിക്കൊണ്ട് as he always did to tease her because she said it is annoyed her. ഈ പാട്ട് അവളെ പലപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ പാട്ട് ഇടക്കിടക്ക് മിസ്സസ് ആപ്പിൾട്ടനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടിക്കൊണ്ട് ആ പാട്ട് പാടിയാണ് അവർ പോയത്. Do you know, sometime on still quiet evening like this, I almost get a creepy feeling that they will all walk through that window. എല്ലായ്പ്പോഴും എനിക്കും തോന്നാറുണ്ട്, നിങ്ങൾക്കറിയോ, അവരിപ്പോ ആ ജനാല വഴി ഇങ്ങനെ വരും എന്നിങ്ങനെ തോന്നാറുണ്ട്. She stopped talking with a little shiver. ആ സമയത്ത് കുറച്ച് ശിവറോടുകൂടെ അവൾ അവിടെ സംസാരം നിർത്തി. It was related to Frampton when the aunt came into the room and apologized for being late. ആ സമയത്ത് ഫ്രാംപ്ടൺ നട്ടൽ അവരുടെ അടുത്തേക്ക് വരുന്നു, ക്ഷമാപണം നടത്തിക്കൊണ്ട് എന്തിന് നേരം വൈകിയതിന്. മിസസ് ആപ്പിൾട്ടനെ കാത്താണ്, അല്ലെങ്കിൽ മിസസ് ആപ്പിൾട്ടനെ കാണാൻ വേണ്ടിയാണ് ഒരു കത്തുമായിട്ട്, തന്റെ സഹോദരിയുടെ കത്തുമായിട്ട് മിസ്റ്റർ ഫ്രാംപ്ടൺ നട്ടൽ അവിടെ എത്തിയത്. ഇത്രയും സമയം വീര എന്ന് പറയുന്ന പെൺകുട്ടി ചില കുസൃതി കഥകൾ ഉണ്ടാക്കിയ കഥകൾ മിസ്റ്റർ നട്ടലിനോട് പറഞ്ഞു. അപ്പൊ മിസ്റ്റർ നട്ടൽ ഇത് കേട്ടിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ആശ്വാസം എന്ന രൂപത്തിൽ ഞാൻ നേരം വൈകിയത് കൊണ്ട് ക്ഷമിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മിസസ് ആപ്പിൾട്ടൺ അവരുടെ അടുത്തേക്ക് കയറി വരുന്നു. Dear students, the remaining part, let us learn next class. Thank you. I hope you are understood this chapter. Thank you. Have a nice day.